എനിക്ക് കാറ് വേണം, എനിക്ക് ബസ് വേണം, എനിക്ക് ഭാര്യ വേണം, എനിക്ക് ഭർത്താവ് വേണം, രാജ്യം വേണം, പശു വേണം, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ബുദ്ധി വേണമെന്ന് മാത്രമേ പറഞ്ഞു. ഹിമാലയത്തിൽ പോയിട്ട് 10 കൊല്ലം ഭക്ഷണം കഴിക്കാണ്ട് വായു മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ വായു കൂടെ നടക്കാൻ പറ്റും. ഏതാ മന്ത്രം? മന്ത്രമൊക്കെ പറഞ്ഞുതരാം, അതങ്ങ് ചെയ്യാം. എന്താ മന്ത്രം? ചടുകുടി 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 ചടുകുടി. ഇത്രയും മന്ത്രം ഇത്രയേ ഉള്ളൂ. വേദം 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 അഥവാ ഈശ്വരൻ ഈശ്വരൻ ഈശ്വരൻ, ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. അവൻ നേരെ കയറി അങ്ങോട്ടെത്തി, ജ്ഞാനത്തിലേക്ക് എത്തി. അതായത് ഒരു വ്യക്തി പൂർണ്ണനാവണമെങ്കിൽ അമ്മയാൽ വളർത്തപ്പെട്ടവനായിരിക്കണം, അച്ഛനാൽ കൊണ്ടു നടക്കപ്പെട്ടവനായിരിക്കണം, ആചാര്യനാൽ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കപ്പെട്ടവനായിരിക്കണം. ഇവനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഭഗവതിക്ക് ഗായത്രിയെ ഉപാസിക്കുന്നവർക്ക് ആധ്യാത്മികമായ ഉന്നമനം അഥവാ ജ്ഞാനം അവർക്കുണ്ടായിരിക്കും. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. സർ, നമ്മുടെ ഇതിന്റെ ഒരു സംസാരത്തിന്റെ ചുരുക്കെഴുത്തെന്ന് പറയുമ്പോൾ കാമവും ക്രോധവും 2 ദേവതകളാണ്. അതെ. അപ്പൊ ആ ദേവതകളെ ഒന്ന് മാറ്റി നിർത്തുക. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകേണ്ടതാണ്, അല്ലെ? അതിലൊരു സംശയം, അതൊരു ചിത്തത്തിന്റെ, അതായത് മനസ്സിന്റെ ഒരു തോന്നലാണ്, അല്ലെ? മനസ്സിന്റെ തോന്നൽ എന്നുള്ളത് കുറച്ച് വലിയ വാക്കാണ്. അതിനെ മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ കാമം ക്രോധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള ശാരീരികമായ കാമവും അങ്ങനെ ആ അർത്ഥത്തിൽ മാത്രമല്ല അതിനെ എടുക്കേണ്ടത്. കാരണം അത് ഗുണങ്ങളിൽ വരുന്ന ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, ആ ഏറ്റക്കുറച്ചിലുകൾ എൻ്റെ ശരീരപ്രകൃതിക്കും മാനസിക പ്രകൃതിക്കും വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതിന് വേണ്ടത് നിങ്ങളെ നല്ലതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷിതാവ് നിങ്ങൾക്ക് വേണം. ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്താർക്ക്, ഞാൻ രക്ഷപ്പെട്ട ഒരു മുഹൂർത്തമാണ്, ലോകത്താർക്ക് തന്നെ വേണ്ടെങ്കിലും തന്നെ എനിക്ക് വേണം എന്നൊരു വാക്ക് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞിട്ടുണ്ട്. ലോകത്താർക്ക് തന്നെ വേണ്ടെങ്കിലും തന്നെ എനിക്ക് വേണം എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു രക്ഷിതാവ്, അത് അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ഗുരുവാവട്ടെ, ആരാവട്ടെ, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ വീഴില്ല. അനുഷ്ഠാനത്തിൽ നിന്നും നിങ്ങൾ പിറകോട്ട് പോവില്ല, ഒരു സംശയമില്ല. സർ, നമ്മുടെ ചാനല് LMRK ഗ്രൂപ്പിൻ്റെതാണ്. അപ്പോൾ LMRK ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? LMRK ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഏതോ ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന മട്ടിലാണ് തോന്നിപ്പോവുക. LMRK ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രകാരം അവിശ്വസനീയമായ തരത്തിൽ ഭക്തന്മാരെ, പ്രത്യേകിച്ച് മുരുക ഭക്തന്മാരെ ഒരുമിച്ച് ചേർത്ത് ആ ഭക്തന്മാർക്ക് സംഗതമായ വിധത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ, സംഗതം എന്ന് ഞാൻ പറഞ്ഞു, വെറും സ്വപ്നങ്ങളല്ല, യുക്തിസംഗതമായ സ്വപ്നങ്ങൾ നൽകിയ എൻ്റെ ഭാഷയിൽ ഒരു ആചാര്യൻ ആരംഭിച്ചതാണ്. അദ്ദേഹത്തെ സ്വയം ആചാര്യനെ വിശേഷിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രജിത്ജി എനിക്ക് നേരിട്ട് അറിയാം, കണ്ടിട്ടുണ്ട്. ദക്ഷിണ ഭാരതം എന്ന് പറയുന്നത് അഗസ്ത്യൻ്റെ പാരമ്പര്യമാണ്. ശ്രീപരമേശ്വരൻ്റെ വിവാഹത്തിന് കൈലാസത്തിൽ എല്ലാ ദേവതകളും ഒത്തുകൂടിയപ്പോൾ ഭൂമി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുവെന്നും ഭൂമിയുടെ ചെരിവ് മാറ്റാൻ വേണ്ടി ഭഗവാൻ ശിവൻ അഗസ്ത്യനെ ദക്ഷിണ ദിക്കിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ആലോചിക്കണം. അപ്പോൾ ഈ സമസ്ത ദേവതകൾക്ക് തുല്യനാണ് അഗസ്ത്യൻ എന്ന കാര്യം ആർക്കറിയാം? ഭഗവാൻ അറിയാം. അഗസ്ത്യൻ തൻ്റെ പത്നിയായ ലോപാമുദ്രയുടെ കൈയും പിടിച്ച് ദക്ഷിണ ദിക്കിലേക്ക് വന്ന് അതോടുകൂടി അഗസ്ത്യന്റെ വരവോടുകൂടി ഭൂമിയുടെ ബാലൻസിങ് നേരെയായി. ദക്ഷിണ ദിക്കിലേക്ക് വന്ന അഗസ്ത്യൻ വൈദികമായ അറിവുകളെ ഇവിടെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി അദ്ദേഹം ആദ്യം സമീപിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ആദ്യമായി അവതരിച്ച ദൈവതത്തിന് പറയുന്ന പേര് മുരുകൻ എന്നാണ്. സാക്ഷാൽ ഭഗവാൻ മുരുകനാണ് അഗസ്ത്യന് തമിഴ് ഭാഷ ചൊല്ലിക്കൊടുത്തത്. അഗസ്ത്യമുനിക്ക് അഗത്യമെഴുതിയ അഗസ്ത്യമുനിക്ക് തമിഴ് ഭാഷ ചൊല്ലി ഉപദേശിക്കുന്നത്, തമിഴ് ഭാഷ എന്ന മന്ത്രം
ദിവ്യമന്ത്രം ഉപദേശിക്കുന്നത് സാക്ഷാൽ മുരുകനാണ്. അവിടെ നിന്നുമാണ് മുരുകസ്വാമിയാണ്. അവിടെ നിന്നുമാണ് തമിഴ്നാട്ടിലെ ഈ അഗസ്ത്യരുടെയും ഭോഗരുടെയും എല്ലാം വലിയൊരു പാരമ്പര്യം ഉണ്ടാവുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു പാരമ്പര്യം, മുരുകൻ എന്ന് പറയുന്ന ഒരു ദിവ്യമായ പാരമ്പര്യത്തിന്റെ അറിവ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടി രചിച്ച് സാധിക്കുന്നു എന്നുള്ളത് ഈശ്വരാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനെങ്ങനെയാ ഇപ്പോൾ പറയേണ്ടത്? ഒരു മഹാത്ഭുതമായിട്ട് ഞാൻ തന്നെ കാണുന്നുള്ളൂ, വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. പറയേണ്ട വയ്യ. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങൾക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും പഴനിക്ക് പോവുക എന്നുള്ളത്. എപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞ വിവാദവും, അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് പിന്നീട് പല സമുദായങ്ങളും പഴനിക്ക് പോവൽ കുറച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കുറഞ്ഞു, പല കാരണങ്ങളിലും കുറഞ്ഞു. അതിന്റെ എല്ലാ ദുരിതങ്ങളും ഈ സമുദായങ്ങളെല്ലാം അനുഭവിച്ചു. എന്തിന്? അതായത് വീട് തെണ്ടിപ്പോവുക എന്നുള്ളത് എന്തോ ഒരു കുറവായി കണക്കാക്കുന്ന ഒരു സമൂഹം പോലും ഇവിടെ ഉണ്ടായി വന്നു. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഭിക്ഷ എടുത്തിട്ട് പള്ളി ആണ്ടിയൂട്ട് എന്തോ മോശം കാര്യമാണ് എന്ന ഒരു തരത്തിലെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുരുകഭക്തിയുടെ യഥാർത്ഥത്തിലുള്ളതോ അല്ലെങ്കിൽ മുരുകഭക്തിയുടെ ഒരു പ്രാധാന്യത്തെയോ ധൈര്യപൂർവ്വം ആധുനിക വിദ്യാഭ്യാസം കിട്ടി ആധുനികമായ ജോലികൾ ചെയ്യുന്ന ഒരു ആചാര്യന്റെ ഒരു ക്യാപ്റ്റൻ, എൽഡമാർക്കയുടെ ഭാഷ പറഞ്ഞ ക്യാപ്റ്റൻ നേതൃത്വത്തിൽ ഇത്രയധികം ആൾക്കാർ ഒത്തുകൂടുന്നത് അതൊരു ഈശ്വരീയമായ കാര്യമാണെങ്കിൽ ഇതിനെ അഭിനന്ദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെ അഭിനന്ദിക്കേണ്ടത്? അതുകൊണ്ട് എല്ലാമാർക്ക് ഇനിയും യശസ്സുകൾ നേടുമാറാകട്ടെ എന്ന് മാത്രം ഒരു അഭിനന്ദന വാക്യമാണ് എനിക്ക് പറയാനുള്ളത്. തിരുമേനി, താങ്കൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഗായത്രി മന്ത്രങ്ങൾ നിരവധി. ഗായത്രി മന്ത്രത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നമ്മുടെ സംസാരം മധ്യേ പോയി. ഗായത്രി മന്ത്രത്തിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? ഗായന്തം ത്രായത്തെ ഇതി ഗായത്രി എന്നൊരു പ്രമാണമുണ്ട്. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത്. ഗായന്തം ത്രായത്തെ തസ്യ പ്രാണാൻ ത്രായത ഇതി ഗായത്രി. ഗാനം ചെയ്യുന്നവന്റെ പ്രാണനുകളെ രക്ഷിക്കുന്നതെന്തോ അത് ഗായത്രി. ഇത് ശങ്കരാചാര്യസ്വാമികൾ നൽകിയിട്ടുള്ള നിർവചനമാണ്. ഗായത്രി ഛന്ദസ്സിനെ പോലെ പ്രാണശക്തിയെ തരുന്ന മറ്റൊരു മന്ത്രവും ഇല്ല എന്ന് അസന്ദിഗ്ധമായി പറയുന്നത് ശങ്കരാചാര്യസ്വാമികളാണ്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് ഭാഷയിൽ പറയണം. ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് വേദമാതാവ് എന്നറിയപ്പെടുന്ന മന്ത്രമാണ്. വേദമാതാവ്, ദേവമാതാവ് എന്നാൽ മന്ത്രമാതാവ്. അതുപോലെ തന്നെ ഗുരുമന്ത്രം, അതായത് 8 വയസ്സിലോ 5 വയസ്സിലോ ഉപനയനം നടത്തുന്ന ഒരു ബ്രഹ്മചാരിക്ക് ആദ്യമായി ഗുരു ഉപദേശിക്കുന്ന മന്ത്രമാണ് ഗായത്രി. ഈ ഗായത്രി എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, ലോകത്തിന് മുഴുവനും വിശ്വത്തിന് ആശ്രയിക്കാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രമുണ്ടെങ്കിൽ അത് ഗായത്രി മന്ത്രമാണ്. ഇഫ് അറ്റ് ഓൾ ദർ എനി യൂണിവേഴ്സൽ പ്രയർ, അങ്ങനെ യൂണിവേഴ്സൽ പ്രയർ ആയിട്ട് ഒന്നുണ്ടെങ്കിൽ, ഉണ്ടാകുവാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അത് ഗായത്രിക്ക് മാത്രം. അതിൽ ഒന്നിനെയും പറ്റി പറയുന്നില്ല. കാരണം അതിൽ ആകെ പറയുന്നത് സൃഷ്ടികർത്താവിന്റെ അലൗകികമായ തേജസ്സിനെ കുറിച്ച്. ആ തേജസ് ഞങ്ങളുടെ ബുദ്ധിയെയും കർമ്മത്തെയും പ്രകാമം പ്രചോദിപ്പിക്കണേന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് കാറ് വേണം, എനിക്ക് ബസ് വേണം, എനിക്ക് ഭാര്യ വേണം, എനിക്ക് ഭർത്താവ് വേണം, രാജ്യം വേണം, പശു വേണം, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ബുദ്ധി വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ദിവ്യമായ ബുദ്ധി ഏത് കാലത്തുള്ള ആളുകൾക്കാണ് ആവശ്യമില്ലാത്തത്? ആ ഈശ്വരീയമായ ബ്രഹ്മമേധ എന്ന് പറയും. ആ ബ്രഹ്മമേധയെ ലഭിപ്പാൻ വേണ്ടി ഉപാസിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഇനി ഈ ഗായത്രി മന്ത്രമാണ് ഇന്നത്തെ ഹിന്ദുമതത്തിന്റെ, അഥവാ ഹിന്ദുമതത്തിൽ ഒരുപാട് ധാരകളുണ്ട്. സനാതന വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രമാണ്. വേദങ്ങൾ ജനിച്ചത് ഗായത്രി എന്നാണ്. അതുകൊണ്ടാണ് വേദമാതാവ് എന്ന് പറയുന്നത്. വേദമാതാവ്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്. ശരി. ഇനി ഗായത്രി എന്നുള്ള 24 ഗായത്രി മന്ത്രം. അതൊരു ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഇത്ര അക്ഷരങ്ങൾ എന്ന കണക്കുണ്ട്. വേദങ്ങളിൽ മുഖ്യമായും 7 ഛന്ദസ്സുകളാണ്. അതിൽ കൂടുതലുണ്ട്. ഗായത്രി, ഉഷ്ണുക, അനുഷ്ടുപ്, തുഷ്ടുപ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഛന്ദസ്സുകളുണ്ട്. അപ്പൊ 24 അക്ഷരമുള്ള 8 അക്ഷരം വീതമുള്ള 3 പാദങ്ങൾ. അപ്പൊ എത്രയായി? 24. ഇങ്ങനെ 24 അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഗായത്രി. തത്സവിതുർവരേണ്യം.
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. അത് ആ മന്ത്രത്തെ ഓം എന്ന പ്രണവവും ഭൂർഭുവസ്വ എന്ന വ്യാഹൃതികളും ചേർത്താണ് ജപിക്കേണ്ടത്. ഇങ്ങനെയാണ് ഉപദേശം കൊടുക്കുക. ശരി, ഈ 24 നിന്നുമാണ് ഭാരതത്തിലെ സമ്പൂർണമായ അറിവുകളും ഉണ്ടായിട്ടുള്ളത്. രണ്ട് ഉദാഹരണം മാത്രം പറയുമ്പോൾ അങ്ങനെ ഇത് വ്യക്തമാവും. രാമായണം, വാൽമീകിയുടെ രാമായണം. വാൽമീകിയുടെ രാമായണം ആരംഭിക്കുന്നത്, വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകമുള്ളത് അറിയാലോ, 24,000 ശ്ലോകമുള്ളത്. വാൽമീകി രാമായണത്തിൽ ആദ്യത്തെ ശ്ലോകം ചോദിച്ച ആളുകൾ മാനിഷാദ എന്നൊക്കെയാ പറയാറ്. മാനിഷാദ പ്രതിഷ്ഠാം തുമകമശ്വാസതീശമ യത് ക്രൗഞ്ചം ഇതനാദേകം അവതീകാമോഹിതം. അല്ല, അത് രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകമല്ല. രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകം തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബദം നാരദം പരിപപ്രച്ച വാൽമീകിർ മുനിപുംഗവം. ഇതാണ് വാൽമീകി രാമായണത്തിലെ ഒന്നാമത്തെ വരി. ആദ്യത്തെ അക്ഷരം ഏതാ? തപസ്വാധ്യായ നിരതം. വാൽമീകി രാമായണത്തിലെ 1001 വരി തുടങ്ങുന്നത് ഏതക്ഷരം കൊണ്ടാ അറിയോ? സ എന്ന അക്ഷരം കൊണ്ടാ. 2001 വരി തുടങ്ങുന്നത് ഏതക്ഷരം കൊണ്ടാ അറിയോ? വ എന്നാണ്. 24,000 ശ്ലോകങ്ങളെ 1000 ശ്ലോകങ്ങളായി തിരിച്ച് അതിലെ 1000 ശ്ലോകങ്ങളിലെ ആദ്യത്തെ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ മാത്രം എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. എങ്ങനെയെന്നറിയോ? തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതിൻ്റെ അർത്ഥം ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ കഥാരൂപത്തിൽ വ്യാഖ്യാനിക്കുവാൻ വാൽമീകി ചിട്ടപ്പെടുത്തിയതാണ് വാൽമീകി രാമായണം. ആലോചിച്ചോളൂ, ഇതാണ് ഗായത്രി മന്ത്രം. ഇനി ശ്രീമദ് ഭാഗവതം എടുക്കുക നിങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിൽ അപ്പോൾ മഹാവിഷ്ണു എത്ര അവതാരങ്ങളുണ്ട് വെച്ചാൽ എല്ലാവരും പറയും മഹാവിഷ്ണുവിന് എത്ര അവതാരമുണ്ട്? 10 അവതാരം. അല്ല, വിഷ്ണു ഒരുപാട് അവതാരങ്ങളുണ്ട്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിൽ മഹാവിഷ്ണുവിന് എത്ര അവതാരങ്ങളുണ്ടെന്ന് അറിയോ? 24 അവതാരങ്ങൾ. അത് 23 22 25 വൈ. ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഓരോരോ അവതാരങ്ങളുടെ രഹസ്യത്തെ അനാവരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഗായത്രി മന്ത്രം ഒരൊറ്റ തവണ ജപിച്ചാൽ വ്യാസൻ മുതൽ കൽക്കി വരെയുള്ള മഹാവിഷ്ണുവിന്റെ 24 അവതാരങ്ങളുടെയും ഉപാസന അവിടെ നടന്നു. ആലോചിച്ചു. അപ്പോൾ ഗായത്രി മന്ത്രത്തെക്കാൾ വലിയ വിഷ്ണു ഉപാസനയ്ക്ക് പറ്റിയ മന്ത്രം ഏതാ ഉള്ളത്? വേറൊന്നുമില്ല. അതുകൊണ്ടാണ് വൈഷ്ണവർ ധ്യേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ടക്കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീതി ഹരിഹിരൺമയ വപു ധൃത ശംഖചക്ര എന്ന പേരിൽ ഗായത്രിയെ ധ്യാനിക്കുന്നത്, വിഷ്ണുവായി ധ്യാനിക്കുന്നത്. ഗായത്രിയെ വിഷ്ണുവായി ധ്യാനിക്കുന്നുണ്ട്, ശിവനായി ധ്യാനിക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർ ഭഗവതിയായി ഉപാസിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ശാക്തേയരാണെങ്കിലും വൈഷ്ണവരാണെങ്കിലും ശൈവരാണെങ്കിലും എല്ലാവർക്കും അടിസ്ഥാനം ഗായത്രിയാണ്. ഗായത്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദം പഠിക്കാം. ഗായത്രി ഉണ്ടെങ്കിൽ നോക്കൂ, മാത്രമല്ല, അതായത് ഒരു കാര്യം കൂടി പറയാം. അതായത് ആർക്കെങ്കിലും ഒക്കെ ഈ ഡിപ്രഷനോ അല്ലെങ്കിൽ അങ്ങനെ പല മാതിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പഠിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ അധ്യാപകന്മാരോട് ഒരു കാര്യം പറയും. നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും മോശമായിട്ടുള്ള, നിങ്ങൾ എഴുതി തള്ളിയിട്ടുള്ള കുട്ടികളുടെ ഒരു ബാച്ച് നിങ്ങൾ മാറ്റി നിർത്തും. അതെന്താ ആചാര്യൻ? അപ്പൊ അവരെ പഠിപ്പിക്കില്ലേ? അല്ല, നിങ്ങളും തയ്യാറാക്കൂ, ആരൊക്കെയാ കുട്ടികളെന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും നല്ല മിടുക്കന്മാരെ കുട്ടികളുടെ ഒരു ബാച്ച് ഉണ്ടാക്കും. എനിക്ക് 2. അതൊരു വിവേചനാവില്ലേ? സാരമില്ല, ആരോടും പറയണ്ട, പുറത്തൊക്കെ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ശരി, അപ്പൊ ഇങ്ങനെ 2 ബാച്ചാക്കി തിരിച്ചു. അതിൽ ഏറ്റവും, അതായത് ഏതാണ്ട് ഒരു തരത്തിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത, ഒരു വകയ്ക്കും പഠിക്കാത്ത, പല കുറുമ്പ് കാണിക്കുന്ന കുട്ടികളുടെ ബാച്ച്, അവരെ ഇരുത്തി പഠിപ്പിച്ച് ആ സ്കൂളിലെ ഏറ്റവും കേമന്മാരായി മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കേമത്തല്ല കേട്ടോ, വെറും ഗായത്രി കൊണ്ട് മാത്രം അത്ഭുതങ്ങൾ. അപ്പോ അതിൽ നമുക്കൊരു സൂത്രപ്പണികളുണ്ട്. ഒരു കുഞ്ഞ് നന്നായി ജപിച്ച് അവന്റെ പഠനത്തിൽ മുന്നോട്ട് വരുമ്പോൾ ഇയാൾക്ക് മുന്നോട്ട് വരാൻ കാരണം ഈ മന്ത്രമാണ് എന്നുള്ളത് കൊണ്ട് കാരണത്താൽ അച്ഛനും അമ്മയും ജപിക്കാൻ തുടങ്ങും. തീർച്ചയായിട്ടും. അത്ഭുതങ്ങൾ, ഗായത്രി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളാണ്. അതായത് ഗായത്രിയുടെ ഇനി മറ്റൊന്ന് ദേവീ ഭാഗവതം വ്യാസഭഗവാൻ എഴുതിയത് തന്നെ ഗായത്രിയുടെ രഹസ്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോ ഗായത്രി ഇല്ലെങ്കിൽ പുരാണമില്ല, ഗായത്രി ഇല്ലെങ്കിൽ ഇതിഹാസമില്ല. എന്തിന്? ഭഗവത്ഗീതയുടെ രഹസ്യം പോലും ഗായത്രിയാണ്. ഉപനിഷത്ത് രഹസ്യം പോലും ഗായത്രിയാണ്. ഈ ഗായത്രിയുടെ രഹസ്യത്തെ അനാവരണം ചെയ്യാനാണ് ഉപനിഷത്തുക്കൾ പോലും.
ഗായത്രി കൊണ്ട് പറയപ്പെടുന്ന ആത്യന്തികമായ ഫലം ബ്രഹ്മവിദ്യയുമാണ്. അപ്പോ ഭൗതിക വിദ്യ മുതൽ ബ്രഹ്മവിദ്യ വരെ പടർന്നു നിൽക്കുന്ന എല്ലാ അറിവുകളെയും കൈക്കുടന്നയിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു നിധിയാണ് ഗായത്രി മന്ത്രം. ഗായന്തം ത്രായത്തെ തസ്യ പ്രാണാൻ ത്രായത ഇത് ഗായത്രി. അപ്പോൾ ഈ ഗായത്രി നമ്മൾ ഗായത്രി ആണ് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനാദികൾ പഠിപ്പിക്കുന്നതും. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇതുവരെ ഗായത്രിക്ക് ഒരു ക്ഷേത്രമില്ല. നമ്മളത് ഗുരുനാഥൻ്റെ ഒരു അനുമതിയോടുകൂടി ഷൊർണൂർ കവളപ്പാറ ഗ്രാമത്തിൽ ത്രാങ്ങാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗായത്രിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഷടാധാര പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസം 29-ാം തീയതി. അപ്പോൾ അവിടെ അതിവിശാലമായ ഒരു ഗായത്രി മഹാക്ഷേത്രം അധികം താമസിയാതെ ഉണ്ടായി വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ലോകത്തുള്ള സകല ഗായത്രി ഭക്തന്മാർക്കും അഭയമായ ഒരു ഇടം, ഒരു വിദ്യാകേന്ദ്രം. നമ്മളതുകൊണ്ട് ഗായത്രി ശക്തി പീഠം എന്നാണ്, പീഠം എന്ന് പറഞ്ഞാൽ വിദ്യാകേന്ദ്രമാണ്, ശക്തി പീഠം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഉണ്ടായി വരും ഗായത്രി ശക്തിപീഠം. ഗായത്രി ശക്തിപീഠം അത് ഷൊർണൂർ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഭാരതപ്പുഴ കാണാം. അവിടെയാണ് ഇതിൻ്റെ ഒരു സ്ഥാനം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗായത്രിയെക്കുറിച്ച് പറഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഗായത്രിയെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറാണ്. അത് ഗായത്രിയുടെ പ്രാധാന്യം എന്താണ്, ഗായത്രിയെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് തോന്നിയ 1-2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനി പറഞ്ഞാൽ സാറി പറഞ്ഞാല് ഞാൻ കേട്ടില്ല, വാൽമീകി ആദ്യം സംസാരിച്ചത് മാനുഷാത എന്നാണ് ഞാൻ കേട്ടില്ല. ക്രൗഞ്ച മിഥുനം, അതായത് സ്നേഹിച്ച് ഇരിക്കുന്ന 2 ക്രൗഞ്ചങ്ങളെ അമ്പെയ്ത് ആണല്ലോ അദ്ദേഹത്തിന് ശാപം കിട്ടുന്നത്. അത് ഞാനിങ്ങനെ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ കേട്ടുപോയിട്ടേ ഉള്ളൂ. അതൊക്കെ പണ്ട് വായിച്ചുള്ള അറിവാണ്, എൻ്റെ കുട്ടിപ്രായത്തിൽ വായിച്ചുള്ള അറിവ്. അതല്ല എന്ന് പറയുന്നത് അതും ഒരു പുതിയ അറിവ് തന്നെയാണ്. അതായത് രാമായണത്തെ മുഴുവനും ഒരു മഹാമന്ത്രമായിട്ട് കണക്കാക്കാറുണ്ട് കേട്ടോ. രാമായണ മഹാമന്ത്രത്തിന്റെ ഋഷിയായി പറയുന്നത് ആരെയാണെന്നറിയോ? വാൽമീകിയല്ല, നാരദനെയാണ്. വാൽമീകിയല്ല, നാരദനാണ്. കാരണം നോക്കൂ, ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംവരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയിരുന്ന മുനിമാരിൽ വെച്ച് അഗ്രഗണ്യനായിരുന്ന, തപസ്വികളിൽ വെച്ച് വലിയ തപസ്വിയായിരുന്ന നാരദ മഹർഷിയെ ചെന്നുകൊണ്ട് വാൽമീകി ഇങ്ങനെ ചോദിച്ചു. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ നാരദനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താ ചോദിക്കുന്നത്? ഋഷി ചോദിക്കുന്നുണ്ട്, കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ഇന്നത്തെ കാലത്ത് ഋഷി അങ്ങൊന്ന് പറഞ്ഞു തരണം, ആരാണ് ദൃഢവ്രതന്മാരായിട്ടുള്ളതും വാക്കിനുറപ്പുള്ളവരും അങ്ങനെ പ്രിയദർശന്മാരും കൃതജ്ഞതയും എല്ലാമുള്ള 16 ഗുണങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. 16 ഗുണങ്ങളും തികഞ്ഞ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്നാണ് നാരദനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നാരദൻ ലോകം മുഴുവൻ നടക്കുന്ന ആളാണോ? ഉണ്ട്. അപ്പൊ പറഞ്ഞത് ദശരഥന്റെ പുത്രനായ രാമൻ. എന്നിട്ട് ആ രാമന്റെ കഥ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇങ്ങനെ രാമന്റെ കഥ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ നടക്കുന്ന സമയത്താണ് തമസാതീരത്തെത്തിയപ്പോഴാണ് ഈ ക്രൗഞ്ചങ്ങളെ കണ്ടത്. അപ്പോൾ അറിയാതെ ഒരു വാക്ക് ശ്ലോക രൂപത്തിൽ വന്നു. അപ്പോ ഇതെന്താ എന്റെ നാവെന്ന് വന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ബ്രഹ്മാവ് വാൽമീകി ആശ്രമത്തിൽ എത്തിയെന്നാ പറയാ. ബ്രഹ്മാവ് ചോദിച്ചു എന്റെ നാവെന്നൊന്ന് ശ്ലോകമാണോ? വേദങ്ങളിലൊക്കെ അല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അത് ശ്ലോകമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഞാൻ രാമന്റെ കഥ, ഗുരുനാഥൻ നാരദ ഋഷി പറഞ്ഞു തന്ന രാമന്റെ കഥ ഞാൻ എഴുതിക്കോട്ടെ, എഴുതുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം തോന്നും എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. നോക്കൂ, അങ്ങനെ രാമന്റെ കഥ പറയുവാൻ വേണ്ടി വാൽമീകി രാമായണം എഴുതി. ആ രാമന്റെ രഹസ്യം 24 അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു. 24. നോക്കൂ, തത്സവിതുർ എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, ഈ തത്സവിതുർ പറയണം 24,000 ശ്ലോകങ്ങൾ 1000-ആയി മുറിക്കുന്നു. ആദ്യത്തെ ശ്ലോകത്തെ മാറ്റിവെക്കുന്നു, അതിൽ ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുന്നു. നിങ്ങൾ തത്സവിതുർ. ഇന്നും നിങ്ങളുടെ ഈ നഗരത്തിൽ തന്നെ ഗായത്രി രാമായണം എന്ന പേരിൽ പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. ഗുരുവായൂർ പോയി നോക്കിക്കോളൂ, ഗായത്രി രാമായണം. ഈ രാമായണത്തിൽ 24 ശ്ലോകങ്ങൾ ചേർത്ത് വെച്ച്, പണ്ട് എല്ലാവർക്കും ഗായത്രി ജപിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അധികാരം ഉണ്ടായിരുന്നില്ല, പല കാരണങ്ങൾ കൊണ്ടും. എന്തായി? അപ്പൊ ആചാര്യന്മാര് പറഞ്ഞു, നിങ്ങൾ ഈ രാമായണം ചൊല്ലിക്കോളൂ, ഗായത്രി ചൊല്ലി ഫലം കിട്ടും. ഗായത്രി രാമായണം എന്നുള്ള പേരിലുണ്ട്, ആലോചിക്കൂ. അപ്പോ എന്താന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമാണ്. അപ്പൊ ആ അക്ഷരങ്ങളൊന്ന് ഉച്ചരിച്ചാൽ മാത്രം മതി. കാരണം തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന അക്ഷരത്തെ ഒന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ
ജാതകം മാറിപ്പോവും. നിങ്ങളുടെ ജാതകം മാറിപ്പോവും. ഗ്രഹദോഷങ്ങൾക്കൊക്കെ പല 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 പദ്ധതികളും ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പൊ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ആചാര്യ ഞങ്ങൾ എന്താ ചെയ്യാൻ? ഞാൻ പറയും, കയ്യിൽ ഗായത്രി ഇല്ലേ? ഉവ്വ്, അത് ജപിച്ചാൽ മതി. അത് ജപിച്ച് തീരാത്തത് എന്ത് ജപിച്ചാലും തീരില്ല. കാരണം അതാണ് മൂലമന്ത്രം. അതാണ് മൂലമന്ത്രം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീമദ് ഭാഗവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിവസം പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, അദ്ദേഹം ഭഗവാൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, അപ്പൊ വളരെ കാവ്യാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രുക്മിണി ഭഗവാന്റെ മാരടത്തിൽ തലയാച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ കോഴി കൂവിയപ്പോ കോഴിയോട് രുക്മിണിക്ക് ദേഷ്യം പിടിച്ചു. കാരണം ഭഗവാന്റെ മാരടത്തിൽ നിന്ന് എണീക്കണ്ടേ. പക്ഷേ ഒന്ന് ആലോചിക്കൂ, എന്തൊരു രസകരമായ ഭാവനയാ. എന്നിട്ട് ഭഗവാൻ എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ആത്മധ്യാനം ചെയ്ത് കുളിയും സന്ധ്യാപനവും കഴിഞ്ഞ് ഭഗവാൻ ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേക്കുന്നത്. സൂര്യോദയം വരെ ഭഗവാൻ മൗനമായി ഗായത്രി ജപിച്ചു. എൻ്റെ ഭഗവാൻ നിത്യവും ജപിച്ചത് ഗായത്രി മന്ത്രമാണ്. അതിനേക്കാൾ വലിയ മന്ത്രം, അതിനേക്കാൾ മഹത്വം ഈ മന്ത്രത്തിന് ഞാൻ എന്താ പറയേണ്ടത്? ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് ആചാര്യന്മാർ പറയുമ്പോൾ അതിന് ഒരു ഭംഗം ഉണ്ടായാൽ എന്തു ചെയ്യുമെന്ന് തുടക്കത്തിലേ തന്നെ ചോദിക്കുന്ന ഒരു രീതി നാം ഇപ്പോൾ ഇവിടെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭംഗം വരുന്നു എന്ന രീതിയിലുള്ള ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടിയും, എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ആചാരവും അനുഷ്ഠാനവും നമ്മൾ നിർവഹിക്കേണ്ടതിനെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായി അറിവ് നൽകിയ ആചാര്യൻ അരുൺ പ്രഭാകരന് നന്ദി.